ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞുമോൾ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ ടൂർ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണത്. അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം കുറേ പേര് ടൂർ ട്രിപ്പിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴിയൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ് അങ്ങനെ എന്തോ പറഞ്ഞ അവിടെ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ വഴി യാത്രക്കാരുണ്ട്, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവരെ കാണിച്ചത് ഇപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ്. അവിടെ അധികം നേരം നിർത്തിയൊന്നുമില്ല, നടന്ന് പിന്നെ ഫ്രഷപ്പ് അടിച്ചിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു വില്ലയാണ്. നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് നമുക്കൊരു വില്ലയാണ്, അടിയിൽ മുകളിലൊക്കെ ഉണ്ട്, ഒരു ഗ്രൗണ്ടൊക്കെ ആയിട്ടുള്ളൊരു വില്ലയാണ് നമുക്ക് എടുത്തേക്കണത്. അപ്പോൾ ഞാനാണ് അവിടെ നിൽക്കുന്നത്. അത് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, കണ്ണാടി നോക്കിയിട്ട് അച്ഛമ്മ, ചേച്ചി, അച്ഛനാണ് കിടക്കുന്നത്. അപ്പോൾ അമ്മയാണ് വീഡിയോ എടുത്ത് ടോയ്ലറ്റൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്തിനാണാവോ റിവ്യൂ പറയണ പോലെ അല്ലേ, അങ്ങനെയൊക്കെ കാട്ടിയതാണിത്. ഗൈസ് ഞങ്ങൾ നേരെ ഗ്രൗണ്ട് അവിടേക്ക് ഇറങ്ങി രാത്രിയിലത്തെ ക്യാമ്പ് ഫയർ ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുറേ കളിക്കുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും കൊടൈക്കനാലിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലത്ത് ഇത്തരം എക്സസൈസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. അഴച്ചിയുള്ള സ്ഥലത്താണ് പിന്നെ ഇങ്ങനെ ഉത്സവമൊക്കെ വരുന്നതൊക്കെ. അപ്പോൾ അത് ഞാൻ വോയിസ് പറയുന്നത് കേൾക്കാനില്ല. പിന്നെ ഞാൻ വീഡിയോസിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കാനൊക്കെ നല്ല രസമാട്ടോ, നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മുടെ വില്ലയിലെ ഫുള്ളാട്ടോ. അത് ഇവിടെയൊക്കെയാണ് ഞങ്ങളുടെ വില്ല, ഓരോ റൂമോ. അപ്പോൾ ഞാൻ ഉത്സവം പോവുകയാണ്. എനിക്ക് എവിടെയെങ്കിലും കളിക്കണം, കണ്ട അവിടെ പോയി കളിക്കണം. അപ്പോൾ ഫസ്റ്റ് വീഴാനൊക്കെ പോയി. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കയറി കളിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. തൂങ്ങി കളിക്കുക, ഇങ്ങനെ ഹൈറ്റൊക്കെ വയ്ക്കേണ്ടി തൂങ്ങാന്ന് പറയില്ല, അതേപോലെയൊക്കെ കാട്ടുന്നുണ്ട്. അയ്യോ, ഞങ്ങൾ പിന്നെ നടക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാട്ടർഫോൾസിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ചെടി എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകണ വഴിയാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ, സിൽവർ കാസ്കേഡ് ആ സ്ഥലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ സ്മിതാൻ്റി ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, ഉണ്ണികളൊക്കെ ഉണ്ട്, ശ്രീ ഉണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭക്ഷണം കഴിക്കണം തന്നെ, പൊട്ടറ്റോ ക്രാസിൽ ആ സാധനം, പിന്നെ എന്നിട്ട് ഗോബി മഞ്ചൂരി അതൊക്കെ കഴിച്ചു കിട്ടാം. പിന്നെ നൂഡിൽസ് അതൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന കാര്യത്തിനൊന്നും അങ്ങനെ എടുക്കുന്നില്ല, കാരണം എല്ലാവരും കഴിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലെടുക്കാൻ വേണ്ടി നാളില്ലാത്തതുകൊണ്ട് നമ്മൾ നൂഡിൽസ്, പിന്നെ ഗോബി മഞ്ചൂരി, ബ്രെഡ് ഓംലെറ്റ്, അങ്ങനെ കുറേ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അമ്മയും ചേച്ചിയും കഴിക്കണതാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ടുള്ളത്. അതെന്താ നൂഡിൽസ് കഴിക്കണമെന്നോ, അത് മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ പറഞ്ഞത് ഇവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, നാളെ ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ വെറുതെ ഷോപ്പ് ചെയ്യണ പോലെ കടയൊക്കെ എന്തായാലും വന്തര വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സനിക ചേച്ചി ക്യാമറയിൽ കാട്ടുന്നത്, അപ്പോൾ ശ്രീയൊക്കെ തംസപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോക്കോ ഫാക്ടറിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, അത് കണ്ടത്. പിന്നെ ചോക്ലേറ്റ് വെറൈറ്റീസ് ഓഫ് ഊട്ടിയായാലും കൊടൈക്കനാലും വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ഇതേപോലെ പൊതിക്കവറിലൊക്കെ വെച്ചത്, അത് കാണാനും രസം. പക്ഷേ ഞാൻ പറയണത് ക്യാരറ്റൊക്കെ നമ്മളോട് വാങ്ങിച്ച് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ച് പോകണതാണ്, അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് പോകണം കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ടിട്ട് ഞാൻ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ, അവക്കാഡോ അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അവിടുത്തെ കലാമിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടേക്ക് കൊണ്ടുപോയി, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അമ്മ ബർഫി നോക്കുന്നുണ്ട്, ബർഫിന്നിട്ട് ഞാൻ പറഞ്ഞ പിറ്റേ സ്പോർട്സ് വാങ്ങിച്ചു. ഞാൻ ആമ്പൂട്ടൻ കഴിച്ചതാണത്. അപ്പോൾ നൈറ്റായിപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണുള്ളത്. അപ്പോൾ ക്യാമ്പ് ഫയർ ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. നല്ല എല്ലാ വീടുകളും ഇങ്ങനെ മുന്നിന്ന് ലൈറ്റൊക്കെ ഇടുമ്പോൾ. പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ആരും വന്നിട്ടില്ല. റൂമിൽ രാത്രി പോയി നടന്നിട്ട് ഫ്രഷപ്പൊക്കെ ചെയ്ത് വീണ്ടും റെഡിയായി റൂമിലിരിക്കുകയാണ് എല്ലാവരും, ഓരോരുത്തരുടെ റൂമിൽ. അപ്പോൾ കുറേ പേര് കളിക്കുന്നൊക്കെ ഉണ്ട്. രാമനുണ്ണിയേട്ടനൊക്കെ അച്ഛനൊക്കെ എൻ്റെ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതു, വിധു അവരൊക്കെ പോയിട്ട് ക്യാമ്പ് ഫയറിൻ്റെ അവിടെ ഒരുക്കങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ വണ്ടിയുമ്പോൾ കയറി കളിച്ചിട്ടിരിക്കണമൊക്കെ ഉണ്ട്. ഉണ്ണിയേട്ടൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ ഞാനൊക്കെ റൂമിലായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ടല്ലോ. സോ ഗൈസ് എന്നെ കാണാനല്ലേ ഇട്ടത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അപ്പോൾ ബോധമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടുന്നത് അമ്മ വീഡിയോ എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് നോക്കിയപ്പോൾ മനസ്സിലായത്. പിന്നെ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് കളിച്ച പോലെ ഞാൻ എല്ലാ ഗെയിംസിനും പോയി പിള്ളേരെ പോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. മ്യൂസിക് വെച്ചിട്ട് വോയിസ് ചിലപ്പോൾ കുറഞ്ഞിട്ട്
എല്ലാവരും അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. അപ്പം ഭയങ്കര വട്ടം കൂടി ഡാൻസ് കളിക്കാൻ വേണ്ടി ഞങ്ങൾ പിള്ളേരെ പ്ലാൻ ചെയ്തു. അപ്പം ഞങ്ങളൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കണതാണ്. അപ്പോൾ ക്യാമ്പ് ഫയർ വീണ്ടും തീ ഒന്നുകൂടി ആളി പാറാൻ വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫുള്ള് ഡാൻസായി. പിന്നെ എന്തൊക്കെ കാട്ടിയിട്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോക്കെ. ഞാനിവിടെ മ്യൂസിക് ഇടാം. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടു വായോ. സോ ഗൈസ്, നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കഴിഞ്ഞു എന്ന് പറയാം. കുറേ പേര് അപ്പുറത്തെ വില്ലേക്ക് ആയതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ മാത്രമല്ലോ ഇപ്പോൾ ഈ ഫ്ലോറിൽ ഈ റൂം ലോക്ക് ചെയ്തൊക്കെയാണ്. നോക്കാം, ഈ റൂമും ലോക്കായിക്കാണ്, ഈ റൂമും ലോക്ക് ചെയ്തൊക്കെയാണ്. പിന്നെ ദിസ് ഓൾസോ ലോക്ക്ഡ്. പിന്നെ ഇവിടെ ഈ റൂം മാത്രമാണ് നമ്മുടെ റൂം. അപ്പം ക്യാമ്പ് ഫയർ കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ച് പേരവിടെ ഞാൻ കാണിച്ചത്. അപ്പം എനിക്ക് അങ്ങോട്ട് പോകണം, കാരണം എവിടെയാണ് കിടക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. ഫ്രണ്ട് ഉണ്ടോളൂ, ചിലപ്പോൾ ഫ്രണ്ട് കൂടെ കിടന്നാണല്ലോ ഇനി ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റും ടൂറിന് വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ അങ്ങനെ എടുക്കാം, വീട്ടുകാരോട് പക്ഷേ പിന്നെയും കിടക്കാമല്ലോ. സോ അടിയിലൊക്കെ പോയിട്ട് വരാം. സോ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അതേപോലത്തെ ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതിട്ടാൽ എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്